എന്നായിരിക്കാം ചിത്രീകരിക്കാൻ പോകുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ രോഷാകുലനായിട്ടല്ല ഈ കാര്യങ്ങൾ പറയുന്നത്. ഞാൻ പോറ്റിയെ കണ്ടു എന്ന് പറയുന്നത് 2019 ഞാൻ ആദ്യം ആറ്റിങ്ങൽ പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൻ്റെ MP ആകുന്നു. MP ആയതിനു ശേഷം ആണ് അദ്ദേഹം എന്നെ വന്ന് അന്നദാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശബരിമലയിൽ നടക്കുന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ ആ ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി. പങ്കെടുത്ത് ഞാൻ മടങ്ങിപ്പോന്നു. അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പോയിരുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെട്ട അവസരത്തിൽ ഞാനിവിടെ സ്ഥലത്തില്ലാതിരുന്ന സമയമാണ്. അവിടെയുള്ള പാർട്ടി പ്രവർത്തകരും മറ്റും എന്നെ അറിയിച്ചു, ഇങ്ങനെ ഇന്ന ആളിൻ്റെ ഞങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള ആളാണ്, ശബരിമലയിലെ പോറ്റിയാണ് എന്ന് പറഞ്ഞ് അവിടെ അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ ആ വീട്ടിൽ ഞാൻ പോയിരുന്നു. അത് വീട്ടിൽ പോയിരുന്നു എന്നുള്ളത് സത്യാവസ്ഥയാണ്. ഞാനത് ഒന്നും മറച്ചു വെക്കാൻ വേണ്ടിയല്ല. അത് ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ അതിന് മറുപടി പറയാനും ഞാൻ തയ്യാറായിയാണ് വന്നിട്ടുള്ളത്. ദയവ് ചെയ്ത് ഈ മരമുറി ചാനലിൽ ദയവ് ചെയ്ത് എന്നെക്കുറിച്ച് രോഷാകുലനായി ഞാൻ പ്രതികരിച്ചു എന്ന് ദയവായി നിങ്ങൾ ആരും അങ്ങനെ കൊടുത്തു കളയരുത്. നിങ്ങൾ കൊടുക്കില്ല. നിങ്ങൾ ഏതായാലും റിപ്പോർട്ടർ ചാനൽ ഇത് തന്നെ വരുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എങ്കിലും മറ്റുള്ള ചാനൽ സഹപ്രവർത്തകരോട് ഞാൻ പറയുന്നു, ദയവായി നിങ്ങളെങ്കിലും ഈ കാര്യങ്ങൾ ഒന്ന് സത്യസന്ധമായി സംപ്രേഷണം ചെയ്യണം എന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അല്ല, അത് വീട്ടിൽ പോയ കാര്യം മാത്രമല്ല, ഒരു കാര്യം കൂടെ പറയാം. വീട്ടിൽ പോയത് കൂടാതെ അദ്ദേഹത്തിൻ്റെ സഹോദരി താമസിക്കുന്ന വീട്ടിൽ പോയിട്ടുണ്ട്. അത് വെഞ്ഞാറമൂട്ടിലാണ്. ഞാൻ ഒറ്റയ്ക്കല്ല പോയത്. ശ്രീ രമണി പി നമ്മുടെ KPCCയുടെ ജനറൽ സെക്രട്ടറി രമണി P നായരോടൊപ്പമാണ് ഞാനവിടെ വരുന്നുണ്ട് എന്ന് അറിയിച്ച് അവരവിടെ കാത്തു നിന്ന്, അവരുടെ വീടിനടുത്താണ്, തൊട്ടടുത്താണ് ഈ അദ്ദേഹത്തിൻ്റെ സഹോദരി താമസിച്ച വീട്. ആ വീട്ടിൽ പോയ ചടങ്ങ് എന്നതിനെക്കുറിച്ച് ഞാൻ ഓർക്കുന്നില്ല. എങ്കിലും അവിടെ വരണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവരോട് വിളിച്ച് ചോദിക്കുകയുണ്ടായി, ഈ ആളിനെ അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ രമണി P നായർ എന്നോട് പറഞ്ഞു, അദ്ദേഹം അണ്ടർ സെക്രട്ടറിയോ ഏതോ ആയി സെക്രട്ടേറിയറ്റിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള ഒരാളാണ് എന്ന് പറഞ്ഞ അനുസരിച്ച് ആ വീട്ടിൽ ഞാൻ പോയിരുന്നു എന്നുള്ളത് സത്യാവസ്ഥയാണ്. അതൊന്നും മറച്ചു വെക്കേണ്ട കാര്യമല്ല. അതെ, അല്ലല്ല, മണ്ഡലത്തിൽപ്പെട്ട ആള് എന്നുള്ള നിലയിൽ ആണ് ഞാൻ അവിടെ പോയത്. അത് ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ പോയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.